ഇത്തരമൊരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന മതനിരപേക്ഷമായ ഒരു പാർട്ടിയുടെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പരാമർശം അല്ലെങ്കിൽ ഈ കേസിനെ ചൊല്ലി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ RSS ആണ് എന്ന് ആ നാട്ടിലെ കോൺഗ്രസ്സുകാർക്കറിയാം. ആ നാട്ടിലെ കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നുണ്ട്. ഈ നാട്ടിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളെല്ലാം പറയുന്നുണ്ട് ഇത് RSS ആണ്. എന്നാൽ അങ്ങനെ ഒരു ശക്തമായ പ്രതികരണം നടത്താൻ അദ്ദേഹത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മളൊക്കെ കേട്ടതാണ്. മാത്രമല്ല ഇതിൽ മറ്റു ചില സംശയങ്ങളിലേക്കൊക്കെ നമ്മൾ കാണേണ്ടത് ഈ പ്രതികളിൽ ചില ആളുകളെ മാറ്റി നിർത്തുന്നതിനൊക്കെ വേണ്ടി അവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പരിശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചില വാർത്തകളും അവിടെയുള്ള നാട്ടുകാരുടെ ഇടയിൽ നിന്ന് അഭിപ്രായങ്ങളായി വരുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പായി വസന്തനോട് കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കാം. പക്ഷേ ഇത് എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കേസായിട്ടും അതിൽ നിലപാട് പറയാൻ വി ഡി സതീശൻ ഭയപ്പെടുകയോ അമാന്തിക്കുകയോ ചെയ്യുന്നത് വിമർശിക്കപ്പെടേണ്ടതാണ്. തർക്കമില്ല, വിമർശിക്കപ്പെടേണ്ടതാണ്. ഷാർപ്പായ വിമർശനമല്ല, പ്രതികരണമല്ല പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. പക്ഷെ അത് നിങ്ങൾ പറയുമ്പോൾ ശരികേടനായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസിൽ BNS-ലെ ആൾക്കൂട്ട ആക്രമണ വകുപ്പ് ചുമത്തിയിട്ടില്ല. നമുക്ക് കർണാടകയിൽ ഈ BNS വന്നതിന് ശേഷം മാത്രം 19 20 കേസുകളിൽ ഇതുപോലെ ആൾക്കൂട്ട ആക്രമണ വകുപ്പ് ചുമത്തി കേസ് എടുത്തിട്ടുണ്ട്. വളരെ ഷാർപ്പാണ് അവിടുത്തെ പോലീസ് ഈ കാര്യത്തിൽ. ഇപ്പോൾ അവർ ഹെയ്റ്റിനെതിരായിട്ടുള്ള ബില്ലുണ്ടാക്കിയിരിക്കുകയാണ് ഈ പറയുന്ന വംശീയ വിദ്വേഷത്തിൻ്റെ വരവ് തടയാൻ. അവിടെ മാതൃകയുണ്ട്. ഇവിടെ നിങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സതീശനും പറയാലോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, വ്യക്തത വരട്ടെ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് പരിശോധിക്കാൻ സമയമെടുക്കുക ഏത് ആൾക്കൂട്ട ആക്രമണ വകുപ്പിടാൻ. നിങ്ങളുടെ പ്രശ്നം ശരിക്കും എന്താണ്? സംഘപരിവാറുകൾ പ്രതികളാവുന്ന കേസുകളിൽ വളരെ കർക്കശമായ വകുപ്പിടാൻ എന്തെങ്കിലും പറ്റാഴികയുണ്ടോ? അതോ ഇനിയിപ്പോൾ ഈ വംശീയ അതിക്രമങ്ങളും ലിഞ്ചിങ്ങും ഒന്നും ഇല്ലാത്ത ഒരു മഹനീയ കേരളമാണ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം എന്ന ഖ്യാതിക്ക് വല്ല ഭംഗവും വരുമോ എന്ന് പേടിച്ചിട്ടാണോ ഈ വകുപ്പിടാത്തത്? ശരിക്കുള്ള കാരണം എന്താണ്? പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു കേസിൻ്റെ ഘട്ടത്തിൽ ഞാൻ അതിൽ താങ്കളുമായിട്ട് തർക്കിക്കാനില്ല. ആ വകുപ്പിടണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത്. നാട്ടിലെ ഗവൺമെൻറ്റിനും അത് തന്നെയാണ് ഉള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിനകത്ത് അതെല്ലാം നടപ്പിലാക്കുന്ന രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു അന്വേഷണം വന്നാൽ ആ അന്വേഷണം വാളയാർ CI ആണ് ഈ അന്വേഷണം കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. SP-യുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പ്രതികൾ 5 ആളുകൾ, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഈ 5 ആളുകളിൽ നിന്നോളണമെന്നില്ല. കൂടുതൽ പ്രതികൾ പോലീസിൻ്റെ കസ്റ്റഡിയിലും പോലീസിൻ്റെ നിരീക്ഷണ വലയത്തിലുമുണ്ട്. ഇതിനോടനുബന്ധിച്ച് ചില മായ്ച്ചു കളഞ്ഞ അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ വ്യക്തത വരുത്തുന്ന ചില ദൃശ്യങ്ങൾ, വീഡിയോസൊക്കെ ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വന്നതിന് പുറമെയുള്ള ചില വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണ് ആക്രമിച്ചത്, ഏത് നിലയിലാണ് ആക്രമിച്ചത്, ഇതെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സമാനമായ മറ്റൊരു സംഭവം ഒരു 1 2 10 15 ദിവസങ്ങൾ, പക്ഷേ ആ അതിഥി തൊഴിലാളി അത് പരാതിപ്പെടാൻ തയ്യാറാവുന്നുണ്ട്. കേസായിട്ടില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വന്നു തുടങ്ങിയപ്പോഴാണ് അതുമൊക്കെ സജീവമായി ഇപ്പോൾ വന്നിട്ടുള്ളത്. ആ വകുപ്പ് ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഈ കേസെടുക്കും. പിന്നെ RSS-നെതിരായോ അല്ലെങ്കിൽ BJP-ക്കെതിരായോ ഏതെല്ലാം കേസുകൾ എങ്ങനെയൊക്കെയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് എന്നും അങ്ങനെ സർക്കാരിന് ഏതെങ്കിലും നിലയിലുള്ള താല്പര്യം, ചിലപ്പോൾ നിഷാദിന് സംശയം ഉണ്ടായിരിക്കാം, പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കത് സംശയം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കേരളത്തിൽ RSS-ഉം BJP-യും എല്ലാം ഒരു മേൽക്കൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം തെരഞ്ഞെടുപ്പിലായാലും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ RSS-കൾക്ക് ശക്തി ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ എന്തായിരിക്കും നമ്മുടെ സ്വൈര ജീവിതത്തിനും നാട്ടിലെ മറ്റ് മനുഷ്യർക്കും സമുദായങ്ങൾക്കും മറ്റേ മതനിരപേക്ഷമായി ജീവിക്കുന്ന ആളുകൾക്കുമെല്ലാം സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അത് നാരായണൻ ബാഗേലിൻ്റെ കാര്യത്തിൽ, രാംനാരായണൻ്റെ കാര്യത്തിൽ മാത്രമല്ല, തൊട്ടുപുറത്തെ ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്ന് മാത്രമല്ല, ഈ രാംനാരായണന്റെ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനത്തിൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. ഞാനതിലേക്ക് വരുന്നതിന് മുൻപ് വസന്ത്, ഇപ്പോൾ സർക്കാർ ഈ കേസിനോട് സ്വീകരിച്ച സമീപനത്തിൽ നിങ്ങൾക്ക് വല്ല വിമർശനം ഉണ്ടോ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഈ സംഭവം ഉണ്ടായ 5 ദിവസം കഴിഞ്ഞിട്ടും ഇതാരാണ് ഈ അക്രമത്തിന് പിന്നിലെന്ന് ലോക്കൽ കോൺഗ്രസ് ഇൻപുട്ട് എടുത്ത് വളരെ കർക്കശമായ ഷാർപ്പായിട്ടുള്ള ഒരു പ്രതികരണം പ്രതിപക്ഷ നേതാവ് കൊടുത്തിട്ടില്ല. RSS-കാരാണോ സംഘപരിവാറാണോ എന്ന് ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടിയില്ല. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ നിലപാട് പറയാൻ സത്യത്തിൽ ഭയപ്പെടുകയാണോ, വഴുതി മാറുകയാണോ, അതോ അദ്ദേഹത്തിന് ഈ വിവരങ്ങളിൽ വലിയ താല്പര്യമില്ലേ? എന്താണ് ശരിക്കുള്ള കാരണം? എന്താണ്? വ്യക്തതക്കുറവുമില്ല.